തേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ജോർജ് ഊട്ടീസ് ഇമോഷൻസ്, ഹിസ് ഫിയർ. അയാളുടെ പേടിയും അയാളുടെ എന്താ പറയുക ഇമോഷൻസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തവണ ഫസ്റ്റിലും സെക്കൻഡിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് തേർഡിന്. തൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആര് എന്ന് ജോർജ് കുട്ടിക്ക് അറിയാൻ മേല. ഫസ്റ്റിലും സെക്കൻഡിലും ആരാണ് തൻ്റെ പിന്നാലെ എന്ന് വ്യക്തമായ ധാരണയുണ്ട്. പോലീസുണ്ട്, വേറൊരു ഫാമിലിയുണ്ട്. പക്ഷേ 3ൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന 2ൻ്റെ എൻഡ് എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ അടുത്ത വരവിനായി അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. അതിനാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യത്തിൽ അയാൾ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് പോലും ഉറപ്പില്ല പോലീസ് വരുമെന്ന്. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, ഇരുട്ടിത്തപ്പുവാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ദൃശ്യം 3 കൂടുതൽ ജോർജ് കുട്ടിയുടെ ഇമോഷൻസും ജോർജ് കുട്ടിയുടെ ഈ ഫിയറുമാണ്. ഓഫ് കോഴ്സ് കുറച്ച് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല ദൃശ്യം 3. സോ അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അത് എക്സ്പെക്റ്റ് ചെയ്ത് സിനിമ കാണാൻ വരരുത്. യു വിൽ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്.